പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണെന്നുള്ള നിങ്ങൾ പവർഫുൾ ആയിരിക്കണം. പ്രതിപക്ഷത്തെ വിളിക്കണമെന്നുള്ള തോന്നൽ പോലും ഭരണപക്ഷത്തിനില്ല. കരഞ്ഞിട്ട് കാര്യമില്ല. വിൻസെന്റ് MLA കരഞ്ഞിട്ട് കാര്യമില്ല. 44 MLA-മാരുണ്ടായിരുന്നില്ലേ? നോക്കൂ, ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വിഴിഞ്ഞമാണ് ഈ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഗോ വരുന്ന ടെർമിനലായി മാറിയിരിക്കുന്നത്. 1 ലക്ഷം TU കൈകാര്യം ചെയ്യുന്നുണ്ട്. റോഡ് മാർഗം മാത്രമല്ല, കടലിൽ കൂടി തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. നമുക്കറിയാം വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളൊക്കെ, ഞാൻ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതില്ല. ശരിയാണ്, കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി വരേണ്ടതാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കണക്ടിവിറ്റി വരാത്തത് കൊണ്ട് ഇത് അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ വസ്തുതയിലെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇത് നിങ്ങൾക്ക് കൂടി ക്രെഡിറ്റ് എടുക്കാവുന്ന പദ്ധതിയാണ് എന്ന ബോധ്യത്തിൽ രണ്ടിന് ഞാൻ മറുപടി പറയാം അഭിലാഷ്, ഇടയ്ക്ക് ഇടപെടാതിരുന്നാൽ മതി. ഒന്ന്, ഇത് റോഡ് വഴിയുള്ള കണക്ടിവിറ്റി ഈ കരാറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർത്തീകരിക്കുമ്പോൾ 25% കാർഗോ റോഡും റെയിലും വഴി പോകണം. ദാറ്റ് മീൻസ് ഇപ്പോൾ 6 ലക്ഷം കണ്ടെയ്നർ വന്നു, 1,25,000 റോഡിലൂടെ പോകണം. അപ്പോൾ എത്ര വെയർഹൗസ് വരുമായിരുന്നു, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്പനികൾ, ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഉണ്ടാകുമായിരുന്നു. ഇത് 2021 6 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റെയിൽ കണക്ടിവിറ്റി 9 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടില്ല. അവിടെയാണ് 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റോഡ് 9 കൊല്ലമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴൊരു ഇടവഴി കൂടെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഈ റോഡ്, ഈ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിലൂടെ ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം പോകുന്ന സർവീസ് റോഡിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എത്ര ദൗർഭാഗ്യകരമാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവിനെ വന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് കേരളത്തിലെ പ്രമുഖമായ പത്രത്തിൽ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവന്റെ കൊട്ടേഷനോടുകൂടി വാർത്ത വന്നു. അത് അദ്ദേഹം നിഷേധിച്ചിട്ടേ ഇല്ല. വിളിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം വലിയ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ കുറിപ്പ് കൊടുത്ത് ഇവിടെയാണ് ഇതാ വരണമെന്ന്. പക്ഷെ ഞങ്ങളെപ്പോലും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആള് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനൊന്നും ഫോണിൽ വിളിക്കാത്തത്? പോട്ടെ, ഒന്ന് മുഖ്യമന്ത്രി, അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം നേരിട്ട് കാണുന്ന അവസരമുണ്ടായി, അപ്പോൾ പോലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല. അപ്പോൾ പേരിനെ വിളിച്ചു എന്ന് വരുത്തി തീർക്കുക, വരാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുക, ഈ ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു തുറമുഖ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയാണ് ഇത് വാർഷികാഘോഷത്തിന്റെ ഭാഗമാണ്, ഈ വാർഷികാഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇതിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് വളരെ വ്യക്തമായി പത്രത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടേഷനാണ്. ആ ടെക്സ്റ്റ് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് അതിൽ വരാൻ കഴിയുക? അങ്ങനെ വരാനുള്ള ഒരു അവസരം ഗവൺമെന്റാണ് ഒരുക്കേണ്ടിയിരുന്നത്. ഗവൺമെന്റ് അത് ഒരുക്കിയില്ല. ഓട്ടെ. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഇവർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ പ്രൈം മിനിസ്റ്റർ ഗസ്റ്റായിട്ട് വിളിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്, മുൻ കേന്ദ്രമന്ത്രി. ഇവിടെ മുൻ കേന്ദ്രമന്ത്രിമാർ ധാരാളം പേരുണ്ട്. അപ്പൊ മുൻ കേന്ദ്രമന്ത്രിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കും. അപ്പം മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വേറെ പ്രമുഖമായ പാർട്ടികളുണ്ട്, അവരിൽ 1-2 പേരെ കൂടെ ഞങ്ങൾക്ക് വിളിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീ ഗോവിന്ദ മാഷ്ക്ക് ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നില്ല. താഴെ വന്നിരിക്കേണ്ടി, രാജീവ് ചന്ദ്രശേഖർ മുകളിലും ഗോവിന്ദ മാഷ് താഴെയും ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഒന്ന് പറയാമായിരുന്നു. ചിലപ്പോൾ അംഗീകരിക്കട്ടെ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാതിരിക്കട്ടെ, പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മറ്റ് 2-3 പാർട്ടികളുടെ, ഇപ്പൊ ബിനോയ് വിശ്വത്തെ വിളിക്കാം, KPCC പ്രസിഡന്റിനെ വിളിക്കാം, അല്ലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളവരെ കൂടെ ഞങ്ങൾ വിളിക്കുന്ന ഒരു ലിസ്റ്റ് കൊടുക്കാമായിരുന്നില്ലേ? അത് അംഗീകരിക്കാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായില്ല. അതാണ് ഞങ്ങൾ പറയുന്ന ഒരു പരാതി. അതുപോട്ടെ, ഈ സപ്ലിമെന്ററി കരാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട ശ്രീ A റഹീം പറയുന്നു. റഹീം, ഈ സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കുന്നത് നമ്മളൊരു ആർബിട്രേഷൻ കേസ്, അദാനി കമ്പനിക്ക് അനുകൂലമായ ആർബിട്രേഷൻ കേസ് പിൻവലിച്ചതുകൊണ്ടാണ്. തുറമുഖ നിർമ്മാണം വൈകുന്ന ഓരോ ദിവസവും അടയ്ക്കേണ്ടുന്ന കോടിക്കണക്കിന് രൂപ വകവച്ച് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പിന്നെ സമയത്തിന് മുമ്പ്
ഈ 2-3 ഘട്ടം പൂർത്തീകരിക്കുന്നതിൽ അത് നമ്മുടെ ഒരു പങ്കുമില്ല. നമുക്കൊരു മോണിറ്ററിംഗ് മാത്രമേ ഉള്ളൂ. അതിന്റെ മുഴുവൻ ഫണ്ടും അദാനിയാണ് നിർവഹിക്കുന്നത്. കരാറിൽ പറഞ്ഞിരിക്കുന്നത് 75% ബിസിനസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 2ാം ഘട്ടവും 3ാം ഘട്ടവും ആരംഭിക്കണമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കരാറിൽ പറഞ്ഞതിനേക്കാൾ കുറച്ച് നേരത്തെ ഇത് അവര് ആരംഭിക്കുന്നു. കാരണം ഇത്രയും വലിയ ഒരു മൂവ്മെന്റ് നടന്നു എന്നുള്ളത്, ബിസിനസ് നടക്കുന്നു എന്നുള്ളത് ആ കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു അട്രാക്ഷനായി. മൂന്നാമത്തെ കാര്യം വിൻസെന്റ് എം.എൽ.എ. വേദന തോന്നില്ല ഒരു കാര്യം പറയുന്നതിൽ. ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ, മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ലേ എന്ന് കരയരുത്. കാരണം പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണെന്നുള്ളത് നിങ്ങൾ പവർഫുൾ ആയിരിക്കണം. പ്രതിപക്ഷത്തെ വിളിക്കണമെന്നുള്ള തോന്നൽ പോലും ഭരണപക്ഷത്തിനില്ല. കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ആലോചിക്കണമായിരുന്നു. പ്രതിപക്ഷം എന്നുള്ള പരിഗണന നിങ്ങൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്ന്. കരഞ്ഞിട്ട് കാര്യമില്ല. വിൻസെന്റ് എം.എൽ.എ. കരഞ്ഞിട്ട് കാര്യമില്ല. 44 MLA-മാരുണ്ടായിരുന്നു. കരഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷമാണ്. അല്ല, നേടിയെടുക്കണമായിരുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൽ. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിൽ ബഹളം കാണിച്ചോ ബഹളം കാണിച്ചോ കസേര മറിച്ചോ ഉള്ളതല്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും നിലപാടും ഭരണകക്ഷി അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മളെ ക്രൈം വന്നപ്പോൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവർ രണ്ടാമത്തെ ട്രയൽ റണ്ണിന് വിളിക്കാത്ത അതുകൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുപോലും ഭരണകക്ഷിക്ക്